മണ്ട കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കുറച്ച് കമൻസേ വന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കമൻസാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് അനുരൂപ് വിദുര എന്ന ആളുടെയാണ്. ഒരു അഹൂജ 500 വാട്ട് കിട്ടുന്ന അതേ ആംബ് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ചെയ്യുമോ? ഈ അഹൂജ പോലെ ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതായത് ആ ടൈപ്പ് റെഡി ബോർഡുകൾ നമുക്ക് നാട്ടിൽ കിട്ടാനില്ല. നമ്മൾ ഏതെങ്കിലും ബോർഡ് ഡിസൈൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വാങ്ങുന്ന ബോർഡ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ആ ഗെയിനിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അഹൂജയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ചിട്ടുള്ള ആ റേറ്റും അതിൻ്റെ വ്യത്യാസം വരും. അതേപോലെ തന്നെ സാധാരണ ഒരു ആമ്പിന് ഇപ്പോൾ 5000 ആണെങ്കിൽ ആ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 8 സംതിങ് ഒക്കെ ആയിക്കൂടെ ഇല്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ ഉണ്ടാക്കുന്ന ആംപ്ലിഫയർ ഒക്കെ അപ്പോൾ അത്രയും ലോക്കലാണോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണോ? അതല്ല, ആ ആംപ്ലിഫയർ അഹൂജ 500 വാട്ട്സ് എന്നിപ്പോൾ പറഞ്ഞ് ആ ഒരു അഹൂജൻ്റെ ആ ഒരു പെർഫോമൻസ് അത് അഹൂജയുടെ തന്നെ ആ സെയിം ടൈപ്പ് സ്പീക്കേഴ്സ്, ആ ഒരു ഗെയിനുള്ള സ്പീക്കേഴ്സ്, ആ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആ ഒരു പെർഫോമൻസും എഫിഷ്യൻസിയുള്ള സ്പീക്കേഴ്സ് ആണെങ്കിൽ മാത്രമേ അഹൂജയിൽ നിന്ന് പോലും ആ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുകൾ വരുന്നത് സ്പീക്കേഴ്സിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എല്ലാവരും ഈ പൈസ ലാഭിച്ചത് കൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ലോക്കൽ സ്പീക്കേഴ്സ്, അതായത് നല്ല സ്പീക്കേഴ്സ് വാങ്ങാതെയപ്പോൾ ലോക്കൽ സ്പീക്കേഴ്സ് തന്നെ ഇറങ്ങാൻ തുടങ്ങിയാണ്. നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് ആദ്യം ഇറങ്ങിയതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ക്വാളിറ്റി സ്പീക്കേഴ്സ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ടൈപ്പ് ഏതെങ്കിലുമൊക്കെ സ്പീക്കർ ആണെങ്കിൽ തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് നമ്മളുടെ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടും. അഹൂജയുടെ ഒരു ആംപ്ലിഫയർ കൊണ്ടിട്ട് ഒരു ലോക്കൽ ബോക്സ് കൊടുത്താൽ അഹൂജയ്ക്ക് പോലും പെർഫോമൻസ് കിട്ടില്ല. അപ്പോൾ അവിടെ ആ ആംബ് ചെയ്യുന്നതിന് ഒരുപാട് ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ട്. സാധാരണ ഒരു ആംപ്ലിഫയർ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും തരം ആംപ്ലിഫയറിൻ്റെ ബോർഡ് പോലെയല്ല അഹൂജയുടെ ബോർഡ് വരിക, അല്ലെങ്കിൽ PA സിസ്റ്റത്തിൻ്റെ ബോർഡ് വരിക. നല്ല സ്പീക്കേഴ്സ് കൊടുത്താൽ മാത്രമേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. നല്ല ഔട്ട്പുട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വില കൊടുത്ത് വാങ്ങേണ്ട സ്പീക്കേഴ്സ് അത്. ഇത് പുതിയ വാങ്ങുകയാണെങ്കിൽ ആ ടൈപ്പ് സ്പീക്കേഴ്സ് നമ്മളൊരു സാധാരണ ആംപ്ലിഫയർ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയറിൽ കൊടുത്താൽ പോലും നല്ല പെർഫോമൻസ് ആണ്. അതായത് നല്ല ടോൺ ലെവൽ, എല്ലാ ടോൺ ലെവലും ആ സ്പീക്കേഴ്സിൽ കൂടി കേൾക്കാം. പിന്നെ അഹൂജയുടെ ആ ആംബിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ ലെവൽ പോലെയല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർഫോമൻസിൻ്റെ വ്യത്യാസവും ആ ഒരു സിഗ്നൽ ലെവലിൻ്റെ വ്യത്യാസവും ആ ഒരു മോണിറ്റർ, അതായത് ഏത് സ്പീക്കേഴ്സിൽ നിന്നാണോ അത് കേൾക്കുന്നത് അതിൻ്റെ വ്യത്യാസമൊക്കെ ഈ ആംപ്ലിഫയറിനെ ബാധിക്കും. ഇതെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്നൊരു നല്ലൊരു ആംബ് ചെയ്താൽ അത് ആ അഹൂജയുടെ പെർഫോമൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്ത കമൻറ്റ് മണി വിജി എന്നാളുടെയാണ്. JBL 12 ഇഞ്ച് ബോക്സ് ഡിസൈൻ ആൻഡ് മെഷർമെൻറ്റ്. JBL 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ 1200, 1300, 1500 പഴയ മോഡലാണെങ്കിൽ അതൊക്കെ അങ്ങനത്തെ പലതരത്തിലുള്ള ബോക്സുകൾ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ബോക്സ് ഡിസൈനാണ് നിങ്ങൾക്ക് ആ ബൂഫറിന് വേണ്ടിയിടാം. JBLന് ഒരുവിധം എല്ലാത്തിനും സൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഒരു സ്പീക്കർ ബോക്സിൻ്റെ ഡിസൈൻ, ഒരു മെഷർമെൻറ്റ്, ഡയമെൻഷൻ, ഏത് എങ്ങനെ കട്ട് ചെയ്യണം, ഇൻറ്റേർണൽ അളവ്, ഔട്ടർ അളവ്, ഏത് തരം വുഡ്, എല്ലാത്തിനെയും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് വളരെ കാലം മുമ്പേ നമ്മളെ വെബ്സൈറ്റിലിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പോയി നോക്കുക. ആ സാധനം 10 ഇഞ്ചിനും 12 ഇഞ്ചിനും സൂട്ടബിളായിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നതാണ് ഒരു കാലത്ത്. നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക. പെർഫോമൻസ് മോശമാണെങ്കിൽ നമ്മൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും. കാരണം ഒരുപാട് പേര് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയുള്ള ഒരു ഡയമെൻഷനാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അടുത്ത കമൻറ്റ് കൊമ്പൻ 2.0 എന്ന ചാനലിൻ്റെയാണ്. ഹോം തിയേറ്റർ എങ്ങനെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാം. ഇതും പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ ഹോം തിയേറ്റർ എങ്ങനെ സബ്വൂഫർ, എക്സ്ട്രാ പവേർഡ് സബ്വൂഫർ എങ്ങനെ കണക്ട് ചെയ്യാം അതിൽ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് സബ്വൂഫറിൻ്റെ ലൈൻ ട്രേസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ഹോം തിയേറ്റർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഹോം തിയേറ്ററാണ്. അതിൽ നിന്ന് അത് ട്രേസ് ചെയ്തെടുത്തിട്ട് നിങ്ങളൊരു ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുക. ആ ഔട്ട്പുട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാം. ഈ സ്പീക്കേഴ്സ്, അതായത് ഹോം തിയേറ്ററിൻ്റെ സ്പീക്കേഴ്സും വർക്ക് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്ട്രാ ആംപ്ലിഫയറും വർക്ക് ചെയ്യും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, കുറച്ച് വൃത്തിയായിട്ട് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു നല്ലൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അടുത്ത അവൻ്റെ ജോസഫ് ചൂരാമന എന്ന ആളുടെയാണ്. ഈ ആംപ്ലിഫയർ എല്ലാ ഫംഗ്ഷനുകളും അടക്കം വിത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബോക്സുകൾ അടക്കം, അതായത് അനുയോജ്യമായ വൂഫർ, മിഡ് റേഞ്ച് ആൻഡ് ട്വീറ്റർ എന്നിവ അടക്കം അസംബിൾ ചെയ്ത് ഉപയോഗപ്പെടുത്തുമ്പോൾ എത്ര രൂപ ചിലവ് വരും എന്ന് പറയാമോ? അതും നമ്മളെ ആ 500 വാട്ട്സ് കിട്ടുന്ന ടൈപ്പ് ആ ബോർഡ് ചെയ്തിരുന്നു. ഓഡിക്സിൻ്റെ ബോർഡ് റിവ്യൂ ചെയ്ത് ആ ബോർഡിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ചെയ്യുമ്പോൾ എത്ര വില വരുമെന്ന് വെച്ചാൽ ആ ബോർഡിന് 10ൻ്റെ അറൗണ്ട് 10ൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ചിലവ് വരുന്നത്, ആ ബോർഡിൻ്റെ വില വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ വില തന്നെ അതായി. അതിൻ്റെ എക്സ്ട്രാ ട്രാൻസ്ഫോമർ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 3000 രൂപ ഒരു ട്രാൻസ്ഫോമറിന് കാണാം. റെക്ടിഫയർ മറ്റ് കാര്യങ്ങളും അതൊന്നും അതിൽ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ട്രാൻസ്ഫോമർ. പിന്നെ അതിലേക്ക് ഇൻപുട്ട് ഇപ്പോൾ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത്, അപ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ക്യാബിനറ്റ്, അതിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ, അതിന് കൺട്രോൾ ചെയ്യാനും വോളിയം കൺട്രോൾ വെക്കാൻ, ജസ്റ്റ് ഒരു കൺട്രോളുള്ളൂ അതിൽ, അത് വെക്കാൻ വേണ്ടിയിട്ട്. അതിലേക്കുള്ള നമ്മൾ എന്താണോ അത് കൊടുക്കുന്നത് അത് ആംപ്ലിഫൈ ചെയ്യാനുള്ള പവർ ആമ്പ് മാത്രമാണത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വിത്ത് സോഴ്സ് നമ്മൾ സാധാരണ ഒരു ആംപ്ലി പോലെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ആദ്യം പറഞ്ഞ പോലെ വെറും പവർ മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോഴും രണ്ട് റേറ്റാണ്.
അപ്പോൾ ഏത് തരത്തിൽ ഉണ്ടാക്കുന്നു ഉള്ളത് ആശ്രയിച്ചാണ് ശരിക്കും ആദ്യത്തെ സ്റ്റെപ്പിലുള്ള ആ ഒരു ചിലവ് വരിക. അപ്പോൾ ഒരു ആമ്പിൻ്റെ ഒരു മനസ്സിൽ ഒരു എസ്റ്റിമേറ്റ് കാണുകയാണെങ്കിൽ, ഒരു മനക്കണക്കിൽ പറയുകയാണെങ്കിൽ, വെറും പവർ മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു 16-15 ആ റേറ്റിൽ പ്രതീക്ഷിക്കാം. ട്രാൻസ്ഫോമറും വർക്കും കാര്യങ്ങളൊക്കെ പാടെ, ഫ്രണ്ട് പാനലും കാര്യങ്ങളെല്ലാം കൂടി. അതല്ല ഡിജിറ്റൽ പാനൽ മറ്റൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 20 സംതിങ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ റേറ്റിൻ്റെ കൂടെ നമ്മൾ ബോക്സ് സ്പീക്കേഴ്സ്, ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, നല്ല സ്പീക്കേഴ്സ് എടുത്താലേ നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ. ലോക്കൽ സ്പീക്കേഴ്സ് എടുത്താൽ ലോക്കൽ പെർഫോമൻസ് കിട്ടും. അപ്പോൾ നല്ല സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 250 വാട്ട്സിൽ 2 ടവർ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഒരു ടവർ ചാനലിന് ഇപ്പോൾ 250 വാട്ട്സിൽ കിട്ടണമെങ്കിൽ നല്ല സെൻസിറ്റീവായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു 2 ബേസ് ഡ്രൈവ്, ഒരു മിഡ് റേഞ്ച്, ഒരു ട്യൂട്ടർ, ആ ടൈപ്പിൽ ഒരു ടൈപ്പ് ടവർ ചെയ്യുക. 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇത്രയും ഒരു മനക്കണക്ക് നിങ്ങൾ കൂട്ടിയാൽ മതി. 10-20 അപ്പോൾ ഒരു 40,000 പ്ലസ് മൊത്തം ചിലവ് വരും. ഒരു 40,000 അറൗണ്ട് ഏറ്റവും ബലം പിടിച്ച് ചെയ്താൽ ഉള്ള ചിലവ് വരും. പക്ഷേ പെർഫോമൻസ് അടിപൊളിയാക്കി. അടുത്ത അവൻ്റെ റെഡ് ബീസ്റ്റ് 2.0 എന്ന ആളുടെയാണ്. ചേട്ടാ, എനിക്കൊരു ഹോം തിയേറ്റർ കിട്ടി, ബട്ട് അതിന് കൺട്രോൾ പാനലില്ല, അപ്പോൾ എന്ത് ചെയ്യും? കൺട്രോൾ പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഉള്ള ബട്ടൺസ്, അതായത് ഇൻപുട്ട് സെലക്ഷൻ, അതൊന്നും ഉണ്ടാവില്ല, വോളിയം കൺട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ കൺട്രോൾ പാനൽ ഇല്ലെങ്കിൽ അതിനുള്ളിലുള്ള മെയിൻ ബോർഡ് ഉണ്ടല്ലോ, നമ്മൾ റെക്ടിഫയറും IC എല്ലാം കൂടെ ഉള്ള ബോർഡ്, ആ ബോർഡിനകത്ത് ഒരു സ്റ്റാൻഡ് ബൈക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്വിച്ചിങ് ഉണ്ടാവും. ഒന്നുകിൽ അത് കണ്ടെത്തിയിട്ട് അത് ഒഴിവായിട്ട് നിങ്ങളൊരു USB പാനൽ, സാധാരണ ബ്ലൂടൂത്ത് പാനൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഇൻപുട്ട് സോഴ്സ് സെറ്റ് ചെയ്യുക. അപ്പോൾ ബ്ലൂടൂത്ത് പാനൽ വെക്കുമ്പോൾ അതിനകത്ത് ബ്ലൂടൂത്തായി ഓക്സ്, USB, FM അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടി. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വർക്ക് ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു നല്ലൊരു ഹോം തിയേറ്റർ നമുക്കിപ്പോൾ ആ ഒരു രീതിയിൽ മാറ്റി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊരു വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോം തിയേറ്റർ ഒപ്പിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ചെയ്തരാം. അത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫോട്ടോ വിട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തവൻ്റെ മായ സുരേഷ് 669 എന്ന് ആളുടെയാണ്. ഇതിൻ്റെ അകമൊന്ന് കാണിക്കാമോ? അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ മൊബൈൽ സ്ക്രീൻ ഡിസ്പ്ലേ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്ത് അതിലൂടെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന, അതായത് ഇൻപുട്ടും സെലക്ഷനും വോളിയം കാര്യങ്ങളൊക്കെ അതിലൂടെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഹാക്ക് ചെയ്യാനും അതിൻ്റെ ഏതൊക്കെ തരം സോഫ്റ്റ്വെയർ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ, അതായത് ഏത് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഏത് രീതിയിൽ അത് കൺവേർട്ട് ചെയ്യാം എന്നുള്ള അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ അറിയാം. അത് എല്ലാവർക്കും എല്ലാ ഫീൽഡും ഫുള്ളായിട്ട് അറിയില്ല. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം ചെയ്തിട്ട് ആ മോഡലിംഗ് അയച്ചത് വാട്സപ്പിൽ അയച്ചെന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് അകത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ യാതൊരു സാധ്യതയില്ല. അതിന് ഞാനൊരു മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് അവർ അയച്ചിട്ട് അതിനുള്ളിലുള്ള അവസ്ഥയ്ക്ക് ഫോട്ടോ വീഡിയോ എടുത്ത് കാണിച്ചു തരണം. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ, അവരിപ്പോൾ അവർ താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഒരു വീഡിയോ ആക്കി ചെയ്യാം. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ്. അടുത്ത അവൻ്റെ ഇലക്ട്രോ കെയർ എന്ന ചാനലിലാണ്. ബ്രോ, സർക്യൂട്ട് കാണാൻ പറ്റുന്നില്ല. ഏതാണ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ബഫർ ആമ്പിൻ്റെ സർക്യൂട്ടാണ്. അപ്പോൾ കുറേ കാലം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. അതിനകത്ത് ബഫർ ആമ്പിൻ്റെ സർക്യൂട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയണ്ടായി. അതുപോലെ അത് ചെക്ക് ചെയ്ത് കാണിക്കുകയുണ്ടായി. കുറേ ആളുകൾക്ക് അത് ഞാൻ സർക്യൂട്ട് അയച്ചു കൊടുത്തിട്ടും ഇത് വീഡിയോ ഒക്കെ ചെയ്തിട്ടും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നത്. ചിലർ പറയുന്നത് വർക്ക് ചെയ്യുന്നില്ല, ചിലർ പറയുന്നത് സർക്യൂട്ട് തെറ്റാണ്. പക്ഷേ ഉപയോഗിച്ചവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഞാനും നല്ല രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് അത് ദുരുപയോഗം വരാൻ തുടങ്ങി. അതായത് അത് ചിലർ അവരുടെ സർക്യൂട്ടാണ്, അതായത് എനിക്ക് തന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അച്യുത് വാര്യർ സാർ പോസ്റ്റ് ചെയ്ത സർക്യൂട്ടാണ്. സംഗതി അഹൂജയിലോ മറ്റെവിടുന്നോ ആയിരിക്കാം. പക്ഷേ അത് ട്രേസ് ചെയ്തെടുത്ത് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ അത് സർക്യൂട്ടാക്കി പോസ്റ്റ് ചെയ്തു. പക്ഷേ അത് പിന്നീട് പലരുതാന്ന് വാദിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എന്തായി, ഞാൻ ആ പോസ്റ്റിൽ അത് ബ്ലർ ചെയ്തു. ആ ഏരിയ ആ വീഡിയോയിൽ ആ സർക്യൂട്ട് പെട്ടെന്ന് കാണാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ഡയറക്റ്റ് സർക്യൂട്ട് തരാം. ഇനി അത് ആ പബ്ലിക്കായിട്ട് ഇനി പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്താൽ നേരിട്ട് സെൻഡ് ചെയ്ത് തരാം. ലാസ്റ്റ് കമൻറ്റ് കെ സനേഷ് എന്നാളുടെയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കുവാനുള്ള മര്യാദ കാണിക്ക്. വളരെ മാന്യമായ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ അത് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ടൈം ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല സാർ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആൾ റിപ്ലൈ ചെയ്യുന്നില്ല, ഒരു വാട്സപ്പിൽ റിപ്ലൈ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ കമൻസിന് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. വളരെ മോശമായിട്ടും ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്? അതാണ് ആദ്യത്തെ ചോദ്യം. എത്ര പേര് റിപ്ലൈ തരുന്നുണ്ട്? എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്? മിനിമം ഒരു ഹാർട്ട്, ഒരു ലൈക്ക് എത്ര പേര് ചെയ്യുന്നുണ്ട്? അപ്പം നമ്മളിപ്പോൾ അത് ഈ കമൻറ്റ് വീഡിയോ അത് നമ്മളിത് അവിടുത്തെ നിങ്ങളുടെ കമൻസ് വായിച്ചിട്ട്, അതായത് ഒരുവിധം നമ്മളെ ചെറിയ കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമൻസ് സെലക്ട് ചെയ്തിട്ട് അതിന് ഉത്തരം നേരിട്ട് തരുന്നൊരു വീഡിയോ അത്. അങ്ങനത്തെ എത്ര ചാനലുണ്ട് മലയാളം?
അതായത് മാക്സിമം കാണുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മാക്സിമം കാണുന്നത് ഒരു ദിവസം വരുന്നത് ഒരു 200-300-ലധികം മെസ്സേജസ് കമൻസ് നമുക്ക് ഒരു മൊത്തത്തിൽ വരും. ഫേസ്ബുക്ക് പേജിൽ നിന്ന് വരും, സെയിം വീഡിയോ ആണ് അവിടെ തന്നെ പോസ്റ്റ് ആവുന്നത്. ഫേസ്ബുക്ക് പേജിൽ നിന്ന് വരും, യൂട്യൂബിൽ നിന്ന് വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും, വാട്സപ്പിൽ വരും. ഇത്രയും എണ്ണത്തിൽ എത്ര റിപ്ലൈ ചെയ്യാനിരിക്കും ഒരാൾ? ഇത്രയും എണ്ണത്തിൽ നിന്നുള്ള കോൾ വരുന്നത് ഒരു ഫോണിലേക്കാണ്. ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ളത് ഞാൻ ഒരാളാണ്. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണോ, ഞാൻ വീഡിയോ ചെയ്യണോ, ഞാൻ റിപ്ലൈ ചെയ്യണോ, ഞാൻ ഭക്ഷണം കഴിക്കണോ, ഞാൻ ഉറങ്ങണോ, അതൊന്ന് മനസ്സ് കണ്ടുവെക്കുക. എത്ര സമയമാണോ, ഏത് രീതിയിൽ അത് ചെയ്യണം, അത് എത്ര പ്ലാൻ ചെയ്താലും അത് നടക്കില്ല. വോയിസ് കോള് കുറച്ച് ഓവർ കോളായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഡയറക്റ്റ് 8943 ആ നമ്പർ കോൾ ഡയറക്റ്റ് വോയിസ് കോൾ കിട്ടില്ല. നേരിട്ട് കോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഫോണിപ്പോൾ ഞാൻ ഇതിലൊരു കോൾ ഇപ്പോൾ വന്നു, ഒരു കോൾ വന്ന് ഞാനിങ്ങനെ കോൾ ചെയ്യുമ്പോൾ അടുത്ത കോൾ പെൻഡിങ്ങിലുണ്ടാവും. അങ്ങനെയാണ് വരിക. അതല്ലെങ്കിൽ ഞാൻ ഈ ഫോൺ അവിടെ വെച്ചിട്ട്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഡയലോഗ് പറയാൻ മുമ്പേ അടുത്ത് റിങ് ചെയ്യും. അപ്പോൾ ഞാനത് എടുക്കണം. അധികം കസ്റ്റമർ കെയർ ആയിരിക്കും. അതായത് എന്തെങ്കിലും സംശയം ചോദിക്കുന്നതായിരിക്കും അധികം വീഡിയോ, അധികം കോളും. അപ്പോൾ സംശയത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് അവിടെ വെച്ച് അടുത്ത ഡയലോഗ് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും പിന്നെയും കോൾ വരും. അങ്ങനെ ആ കോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന കസ്റ്റമേഴ്സ് നേരിട്ട് കണ്ടു. എനിക്ക് വാട്സപ്പിലും ഡയറക്റ്റ് വോയിസ് കോളും ഒന്നിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ ഏതാ ഇപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാൻ, ഏതാണ് ഞാൻ ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെയാണ് സംഭവം. അത് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പൊതുവെ ആലോചിച്ച് നോക്കുക. അങ്ങനെ പറയുന്നവർ എത്ര സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു പബ്ലിക് സോഷ്യൽ മീഡിയയിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് ഇത്തരത്തിൽ പെരുമാറുക. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.